62 സങ്കീർത്തനം ഒന്ന് വായിച്ചോട്ടെ. 62 സങ്കീർത്തനം. ജനമേ, എല്ലാ കാലത്തിലും അവനിൽ 62:5 പറയുന്നത് ഒരു ആശ്രയത്തെ കുറിച്ചാണ് പറയുന്നത്. ആശ്രയം, നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്രയം പഠിപ്പിക്കുന്ന മരുഭൂമി ലൈഫിലാണ്, മരുഭൂമി ജീവിതത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിച്ചവരൊന്ന് ചിരിച്ചാട്ടെ. ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ കണ്ടതിനാ ഭാഗ്യവാൻ. വേറെ ആരുമില്ല മരുഭൂമിയിൽ. ആരാശ്രയിക്കാന്? വീട്ടുകാരെ അകറ്റും, കൂട്ടുകാരെ അകറ്റും, നാട്ടുകാരെ അകറ്റും. നമ്മൾ തന്നെ ഉള്ളൂ. മന്ന വേണോ മന്ന തരാം, വെള്ളം വേണോ വെള്ളം തരാം. ഹല്ലേലൂയ. എടാ, ചിക്കൻ വേണോ ചിക്കനും തരാമെന്ന്. പക്ഷെ വേറെ ആരും നീ ആശ്രയിക്കില്ല, നീ എന്നെ ആശ്രയിക്കണം. വേറെ ആരെ ആശ്രയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അതാണ് മരുഭൂമി സമ ലൈഫ്. ആരെയും ആശ്രയിക്കാനോ നിന്നെ ആരും വിളിക്കാനോ നിന്നെ ഒരു താങ്ങാനോ ഞങ്ങളുണ്ടെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനാണ് ഭക്തന്മാര് പാട്ടെഴുതിയ ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ശ്വാസമെന്നിൽ കണ്ടതിനാ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാന്മാരെല്ലാം കൈ ഉയർത്തിക്കാട്ടെ. അല്ലേ, ഈ പാട്ടൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ ആടിപ്പാടി. എന്നാൽ അന്ന് ഈ ആശ്രയത്തിന്റെ വില എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമായി. എന്നാ മരുഭൂമിയാ. ഹല്ലേലൂയ. നിന്നെ പണിതെടുക്കാൻ ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാൽ ദൂത് മറക്കല്ല്, നീ മരുഭൂമിയുടെ അപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നിന്റെ കോളിങ്ങിലേക്ക്, പിന്നെ കർത്താവ് നിന്റെ കയ്യിൽ വടിയേൽപ്പിക്കും. നിന്റെ കയ്യിൽ ഒരു ജോലി ഏൽപ്പിക്കാൻ പോകുക. എവിടോട്ടാണത് ദൈവം ചൂണ്ടിക്കാണിക്കാൻ പോകുക. What to do next?